എതിർപ്പിൽ വീര്യം കുറച്ച് സുധീരൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ആലോചിച്ചു മാത്രം പ്രതികരിക്കാൻ മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ. വിവാദമായ ബജറ്റ് നിർദ്ദേശം ബില്ലിൽ ഉൾപ്പെടുത്തരുത് എന്നായിരുന്നു സുധീരന്റെ ആവശ്യം. എന്നാൽ സുധീരന്റെ ആവശ്യമടക്കം മുഖ്യമന്ത്രി തള്ളുകയും നിർദ്ദേശം ബില്ലിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതേസമയം നടപ്പാക്കുന്ന തീയതി സർക്കാർ തീരുമാനിക്കുമെന്ന ഉപാധിയോടെയാണ് നിർദ്ദേശം ഉൾപ്പെടുത്തിയത്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമോ എന്ന തീരുമാനം മുന്നണിക്ക് വിട്ട സാഹചര്യത്തിലാണ് തീരുമാനം. അതേസമയം UDF യോഗം എന്ന് നടക്കും എന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. നികുതി കുറച്ചതിലൂടെ 600 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്ന് പ്രതിപക്ഷമായ CPM ഇന്നലെ ആരോപിച്ചിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ജൂലൈ 1 ധനബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. ബിൽ പാസ്സായാലും വിൽപ്പനയ്ക്ക് അനുമതി നൽകില്ല എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമാണെന്നും സർക്കാർ പറയുന്നു. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തും. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പുയർത്തിയതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്. നികുതി ഘടന ഉടൻ മാറ്റേണ്ടെന്ന അഭിപ്രായമാണ് നിലവിൽ മുഖ്യമന്ത്രി VD സതീശനുള്ളത്. വിവാദം അവസാനിപ്പിച്ചു എന്ന നിലപാടിലാണ് എതിർപ്പ് ഉയർത്തിയിരുന്ന എക്സൈസ് മന്ത്രി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ.